തമിഴ് സിനിമ കണ്ട് ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാകേണ്ടിയിരുന്ന ജനനായകൻ അവസാന നിമിഷം മാറ്റിവെച്ചത് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ വിറങ്ങലിപ്പിച്ചിരിക്കുകയാണ്. തമിഴ് സിനിമയുടെ ദളപതി എന്നറിയപ്പെടുന്ന വിജയുടെ അവസാന ചിത്രം എന്ന നിലയിൽ 500 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നടന്ന ഈ ചിത്രം ജനുവരി 9 പ്രദർശനത്തിന് എത്തേണ്ടതായിരുന്നു. എന്നാൽ റിലീസിന് വെറും 2 ദിവസം മുൻപ് സെൻസർ ബോർഡുമായിട്ടുള്ള നിയമ തർക്കം കോടതിയിൽ എത്തിയതോടെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പ്രതിസന്ധി ഉടലെടുത്തത്. ഈ റിലീസ് മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകിയതാണ്. സിനിമ പരിശോധിച്ച പരിശോധനാ സമിതിയിലെ 4 അംഗങ്ങൾ ചിത്രത്തിന് US സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ശുപാർശ ചെയ്തിട്ടും സമിതിയിലെ ഒരംഗം ചിത്രത്തിലെ ചില രംഗങ്ങൾക്കെതിരെ പരാതി നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. സിനിമയിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്നും സായുധ സേനയെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുമായിരുന്നു ഈ പരാതി. ഇത് പരിഗണിച്ച CBFC ചെയർമാൻ ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് അയച്ചതോടെ കാര്യങ്ങൾ നിയമയുദ്ധത്തിലേക്ക് കടന്നു. വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം പ്രഖ്യാപിച്ച് സജീവമായതിനു ശേഷം പുറത്തിറങ്ങുന്ന അവസാന ചിത്രമാണിതെന്നത് വിവാദങ്ങൾക്ക് രാഷ്ട്രീയ മാനം നൽകുന്നു. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയുടെ രാഷ്ട്രീയ സ്വീകാര്യത തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയും ആരാധകരും ആരോപിക്കുന്നു. സിനിമയിലെ 50ഓളം സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്ന സെൻസർ ബോർഡിന്റെ ആവശ്യം അർത്ഥശൂന്യമാണെന്നും സർഗാത്മക സ്വാതന്ത്ര്യത്തെ ഭരണകൂടം രാഷ്ട്രീയവുമായി ഉപയോഗിക്കുകയാണെന്നും പല പ്രമുഖരും ഇതിനോടകം വിമർശിച്ചു കഴിഞ്ഞു. സിനിമയുടെ റിലീസ് നീണ്ടുപോയത് സാമ്പത്തികമായി വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 5000-ലധികം തിയേറ്ററുകളിൽ വൻതോതിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ആണ് നടന്നത്. കാനഡ, US, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ മാത്രം കോടിക്കണക്കിന് രൂപയുടെ ടിക്കറ്റുകൾ വിറ്റുപോയി. ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുന്നതിലൂടെ ബുക്ക് മൈ ഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ ബാധ്യതയാണ് വന്നിരിക്കുന്നത്. കൂടാതെ ബ്ലാക്ക് മാർക്കറ്റിൽ 5000 രൂപയ്ക്ക് വരെ ടിക്കറ്റുകൾ വാങ്ങിയ ആരാധകർ നിരാശയിലുമാണ്. വിജയ് ചിത്രത്തിന്റെ റിലീസ് മാറ്റിയത് മറ്റു ചില സിനിമകൾക്ക് ഗുണകരമാവുകയാണ്. നിഖില വിമൽ നായികയാവുന്ന പെണ്ണ് കേസ് എന്ന മലയാള ചിത്രം ജനുവരി 10 നേരത്തെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് ഇതിന്റെ ഉദാഹരണമാണ്. തമിഴ്നാട്ടിൽ ശിവകാർത്തികേയന്റെ പരാശക്തിക്കും ഈ സാഹചര്യം ഗുണം ചെയ്തേക്കാം. എന്നിരുന്നാലും തമിഴ് സിനിമ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഫെസ്റ്റിവൽ റിലീസ് മുടങ്ങിയത് വലിയൊരു വരുമാന നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുതിക്കുന്നതിന് മുൻപ് സിംഹം പോലും 2 അടി പിന്നോട്ട് മാറാറുണ്ട് എന്ന അണിയറ പ്രവർത്തകരുടെ കുറിപ്പ് ആരാധകർക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്.